നമ്മൾ കുറച്ചു മുമ്പ് സംസാരിക്കുകയുണ്ടായി ഒരു ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് തയ്യാറാക്കാനായിട്ട് നമുക്കൊരു റിസീപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് തന്നിട്ടുണ്ടാവുമെന്ന് പറഞ്ഞു. ചിലപ്പോൾ അങ്ങനെ അല്ലാണ്ട് ഈ രീതിയിൽ കുറച്ച് ഇൻഫർമേഷൻ തന്നുകൊണ്ട് നമ്മളോട് ക്വസ്റ്റ്യൻസിൽ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാൻ ആവശ്യപ്പെടാം. നമുക്ക് അത്തരത്തിലുള്ളൊരു പ്രോബ്ലത്തിലോട്ട് നോക്കാം. ക്വസ്റ്റ്യൻ വളരെ ക്ലിയർ ആയിട്ട് ഒബ്സർവ് ചെയ്യാം. പ്രിപ്പയർ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് ഓഫ് ദി ഫോളോവിങ് ഇൻഫർമേഷൻ ഓഫ് പ്രോമിസിംഗ് സ്പോർട്സ്മാൻ ക്ലബ് ഡൽഹി ഫോർ ദി ഇയർ എൻഡിങ് 31st December 2006. 2006 31 ഡിസംബർ മാസം അവസാനിക്കുന്ന ആ ഒരു ഫിനാൻഷ്യൽ ഇയറിൽ വെച്ചുകൊണ്ട് പ്രോമിസിംഗ് സ്പോർട്സ്മാൻ ക്ലബ് എന്ന് പറയുന്ന ഒരു സ്പോർട്സ് ക്ലബിൻ്റെ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് തയ്യാറാക്കാനാണ് നമ്മോട് പറഞ്ഞിരുന്നത്. നമ്മൾ കാണുകയുണ്ടായി ഏതൊക്കെ കാര്യങ്ങളാണ് ഒഴിവാക്കേണ്ടതെന്ന്. ഞാൻ ജസ്റ്റ് ഒന്ന് റിമൈൻഡ് ചെയ്യുകയാണ്. ക്യാഷുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഒരു കാര്യങ്ങളും വരാൻ പാടില്ല. ക്യാപിറ്റൽ റിസീപ്റ്റ്സ് വരാൻ പാടില്ല. അതോടൊപ്പം തന്നെ റവന്യൂ എക്സ്പെൻഡിച്ചേഴ്സുകളും റവന്യൂ റിസീപ്റ്റ്സുകളും മാത്രമേ ഉൾക്കൊള്ളിക്കാൻ പാടുള്ളൂ എന്ന് പറയുകയുണ്ടായി. പിന്നെ പലതരത്തിലുള്ള എക്സ്പെൻസസ്, ഡിപ്രീസിയേഷൻ പോലെയുള്ള കാര്യങ്ങൾ, അങ്ങനെയുള്ള ഐറ്റംസുകളൊക്കെ വരാറുണ്ട് എന്ന് നമ്മൾ കാണുകയുണ്ടായി. നമുക്ക് തിയററ്റിക്കൽ ബാക്ക്ഗ്രൗണ്ട് കുറച്ച് മനസ്സിൽ നമ്മളിലുണ്ട്. നമുക്കിനി ക്വസ്റ്റ്യനിലോട്ട് എന്ന് കണ്ണോടിക്കുമ്പോൾ നമുക്ക് കുറച്ച് കാര്യങ്ങൾ വ്യക്തമാകുന്നതായിരിക്കും. എന്തായാലും നമുക്ക് പ്രിപ്പയർ ചെയ്യേണ്ടതൊരു ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടാണ്. അപ്പോൾ ഞാനൊരു വേർഡ് ഫയൽ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് തയ്യാറാക്കുകയാണ്. നമ്മൾ ഓൾറെഡി പറയുകയുണ്ടായി ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ എന്നാണ് ഇതിൻ്റെ പേരെങ്കിൽ പോലും ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് ഓഫ് അക്കൗണ്ട് കമ്പനിയുടെ പേര് വരണം. പേരൊന്ന് നോക്കിക്കോട്ടെ. ഓഫ് പ്രോമിസിംഗ് സ്പോർട്സ് ക്ലബ്. ഓക്കെ, നമുക്കത് കോപ്പി പേസ്റ്റ് ചെയ്താൽ മതി, പെട്ടെന്ന് കിട്ടും. Okay, so this is what about the theta. നമുക്ക് അക്കൗണ്ട് വരയ്ക്കണം. പേര് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ ആണെങ്കിൽ നമ്മൾ ആദ്യം എഴുതുന്നത് ഇവിടെ എക്സ്പെൻഡിച്ചർ ആണ്. എക്സ്പെൻഡിച്ചർ ആൻഡ് എമൗണ്ട്, then income amount. So നമുക്ക് ശകലം ഒന്ന് വലുതാക്കണം. ഓക്കെ, ഇനി നമ്മൾ ക്വസ്റ്റ്യൻ ഒബ്സർവ് ചെയ്യാണ്. ക്വസ്റ്റ്യൻ ഞാൻ ഓൾറെഡി പറഞ്ഞ പോലെ ചിലത് നമുക്ക് ഒഴിവാക്കണം. സോ ആ ഒഴിവാക്കുന്ന ഐറ്റംസ് ഞാൻ ഓരോ ഐറ്റത്തിനും ഒഴിവാക്കുവാണെങ്കിൽ അതിന് റെഡ് കളർ യൂസ് ചെയ്യാം. അപ്പം നമുക്കറിയാം ക്യാഷ് ബാലൻസ് നമുക്ക് വേണ്ട. സോ നമുക്കതിനെ ഒഴിവാക്കാം. സോ റെഡ് കളർ കൊടുത്തു. ദെൻ സബ്സ്ക്രിപ്ഷൻസ് എന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി തന്നെ ഒരു തിയററ്റിക്കൽ ബാക്ക്ഗ്രൗണ്ട് കണ്ടിട്ടുണ്ട് ഇതിനെ സംബന്ധിച്ച്. അപ്പോൾ ആ തിയററ്റിക്കൽ ബാക്ക്ഗ്രൗണ്ടിനെ കുറിച്ച് ഞാൻ ജസ്റ്റ് ഒന്ന് പറയുകയാണെങ്കിൽ ഇവിടെ നിങ്ങൾക്കറിയാം സബ്സ്ക്രിപ്ഷൻ എന്ന് പറയുന്നത് നിങ്ങൾക്കിവിടെ നോക്കിയാൽ കാണാൻ സാധിക്കും. സബ്സ്ക്രിപ്ഷൻ എന്ന് പറയുന്നത് ഇറ്റ്സ് എ പീരിയോഡിക് കോൺട്രിബ്യൂഷൻ ബൈ മെമ്പേഴ്സ് ഓഫ് ദി ഓർഗനൈസേഷൻ. സോ ഇത് റിലവൻ്റ് ഐറ്റംസ് ആണ്. നമ്മുടെ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചറിൽ വരുന്ന ഒരു ഇൻകമാണ് സബ്സ്ക്രിപ്ഷൻ എന്ന് പറയുന്നത്. സോ നമ്മുടെ ക്വസ്റ്റ്യൻ്റെ അകത്ത് പറഞ്ഞിരിക്കുന്ന ഈ സബ്സ്ക്രിപ്ഷൻ എന്ന് പറയുന്ന ഐറ്റം നമുക്ക് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് തയ്യാറാക്കുമ്പോൾ ഇൻകത്തിൻ്റെ ആ കോളത്തിൽ നമുക്ക് കാണിക്കാം. സോ സബ്സ്ക്രിപ്ഷൻ നമുക്ക് കാണിക്കാം. സോ കോപ്പി പേസ്റ്റ് ചെയ്യുകയാണ്. സബ്സ്ക്രിപ്ഷൻ ഇൻകമാണ്. അതിൻ്റെ എമൗണ്ട് നമുക്കവിടെ തന്നിട്ടുണ്ട്. ഇറ്റ്സ് 30,000. ഇത് എല്ലാ വർഷവും കിട്ടുന്ന ഒരു ഇൻകമാണ്, അതുകൊണ്ടാണ് അത് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നെക്സ്റ്റ് ഐറ്റം
ഇൻട്രസ്റ്റ് റിസീവ്ഡ് ആണ്. ഇത് നമുക്ക് സബ്സ്ക്രിപ്ഷൻ പോലെ തന്നെ എടുക്കാവുന്ന ഒരു ഇൻകമാണ്, നോ പ്രോബ്ലം, ആ വർഷം കിട്ടുന്നതാണ്. സോ ഇൻട്രസ്റ്റ് റിസീവ്ഡ് അതിൻ്റെ എമൗണ്ട് ഇറ്റ്സ് 2500 ആണ്. 2500 നമുക്കൊരു ഇൻകം ആയിട്ട് എടുക്കാം. സോ 2500 സോറി ഓക്കെ. ഇനി അടുത്തായിട്ട് നോക്കാം സ്പോർട്സ് മെറ്റീരിയൽ. ഒന്ന് ശ്രദ്ധിക്കണം, സ്പോർട്സ് മെറ്റീരിയൽ എന്ന് പറയുന്നത് ഈ പ്രോമിസിങ് സ്പോർട്സ്മാൻ ക്ലബിന് ആ വർഷം ആവശ്യമായിട്ടുള്ള കംപ്ലീറ്റ് സ്പോർട്സ് മെറ്റീരിയൽ പർച്ചേസ് ചെയ്തിരിക്കുന്നതാണ്. അത് ശരിക്കും ഒരു ക്യാപിറ്റൽ പേയ്മെൻറ്റ് പോലെ നമുക്ക് കണക്കാക്കാവുന്നതാണ്. നമ്മൾ ശരിക്കും തിയറട്ടിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഓൾറെഡി നമ്മൾ സംസാരിച്ചാണ്. തിയറട്ടിക്കൽ ബാക്ക്ഗ്രൗണ്ടിൽ നമ്മളത് പറയുകയും ചെയ്തതാണ്. നിങ്ങളത് ഓർക്കുന്നുണ്ടാവും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. തിയറട്ടിക്കൽ ബാക്ക്ഗ്രൗണ്ടിൽ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം consider only revenue receipts, exclude capital receipts and capital payments. ക്യാപിറ്റൽ റിസീപ്റ്റ്സും ക്യാപിറ്റൽ പേയ്മെൻറ്റ്സും ഒഴിവാക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് ശരിക്കും നിങ്ങൾ നോക്കിയേ, ഒരു ക്യാപിറ്റൽ പേയ്മെൻ്റ് ആണ്. നമ്മുടെ കയ്യിലിരിക്കുന്ന ഒരു വലിയ തുക നമ്മൾ ഉപയോഗിച്ചുകൊണ്ട് സ്പോർട്സ് മെറ്റീരിയൽ പർച്ചേസ് ചെയ്തിരിക്കുകയാണ്. സോ അതൊരു ക്യാപിറ്റൽ പേയ്മെൻ്റ് ആണ്. സോ ഈ ഐറ്റം നമുക്ക് എടുക്കേണ്ട കാര്യം ഇല്ല. വി ക്യാൻ എക്സ്ക്ലൂഡ് ദിസ് ഐറ്റം. സോ റെഡ് കളർ യൂസ് ചെയ്തു. സെയിം സെനാരിയോ തന്നെയാണ് അടുത്ത് വരുന്നത്. മാച്ച് ഫണ്ട്. മാച്ച് ഫണ്ട് നമുക്ക് കിട്ടിയതാണ്, കളി നടക്കുന്നതായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് കിട്ടുന്ന എമൗണ്ട് ആണ് മാച്ച് ഫണ്ട് എന്ന് പറയുന്നത്. ഇതൊരു ക്യാപിറ്റൽ റിസീപ്റ്റ് ആണ്. അതൊരു കാരണവശാലും നമ്മുടെ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ കാണിക്കേണ്ട. സോ വി ക്യാൻ ഇഗ്നോർ ദിസ് ഐറ്റം. ദെൻ ഡൊണേഷൻസ്. ഡൊണേഷൻസ് ഇത് ജനറൽ നേച്ചറുള്ള ഡൊണേഷനാണ്. ഒരു സ്പെസിഫിക് ഡൊണേഷൻ ആണെങ്കിൽ നമ്മൾ ഒരു കാരണവശാലും ഉൾക്കൊള്ളിക്കരുത്. മറിച്ച് ജനറൽ ആയിട്ട് വെറുതെ ഡൊണേഷൻസ് എന്നാണ് തന്നിരിക്കുക എന്നുണ്ടെങ്കിൽ ആ ഡൊണേഷനെ നമുക്ക് ഇൻകമായിട്ട് എടുക്കാം. സോ നമുക്ക് ഡൊണേഷനെ ഇൻകമായിട്ട് എടുക്കാം. ഇറ്റ് ഈസ് ജനറൽ ഇൻ നേച്ചർ. സ്പെസിഫിക് ആണെങ്കിൽ നമുക്ക് എടുക്കാൻ പാടില്ല. ജനറൽ ഇൻ നേച്ചർ ആയതുകൊണ്ട് നമുക്ക് എടുക്കാം. ഡൊണേഷൻ്റെ വാല്യൂ ആസ് എ മെൻഷൻ 2000 രൂപയാണ് വാല്യൂ തന്നിരിക്കുന്നത്. ഓക്കെ, സോ ഡൊണേഷൻ ഈസ് ഓക്കെ. ദെൻ നിസ്സാരമായിട്ടുള്ള മറ്റൊരു ഇൻകമാണ് സെയിൽ ഓഫ് ഗ്രാസ്. പുല്ല് വെട്ടി അത് വിറ്റതിൽ നിന്ന് കിട്ടുന്ന തുകയാണ്. ഇതും ഒരു ഇൻകമായിട്ട് കണക്കാക്കാം. സോ സെയിൽ ഓഫ് ഗ്രാസ് എന്ന് പറയുന്നത് മറ്റൊരു ഇൻകമായിട്ട് എടുക്കാം. അതിൻ്റെ എമൗണ്ട് ചെറിയൊരു എമൗണ്ടാണ്. ഇറ്റ്സ് ഓൺലി 300 rupees. ദെൻ മറ്റൊരു ഐറ്റത്തിലോട്ട് നമുക്ക് പോവാം. ന്യൂസ് പേപ്പർ എക്സ്പെൻസസ്. ഇത് ശരിക്കും പേയ്മെൻ്റ് ആണ്. നമുക്ക് ന്യൂസ് പേപ്പർ ഇപ്പോൾ ക്ലബ്ബൊക്കെ ആകുമ്പോൾ അവിടെ 3-4 ഇംഗ്ലീഷ് പത്രമൊക്കെ വരുത്തും. സ്പോർട്സ് ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടുള്ള പത്രങ്ങളൊക്കെ കാണും. സോ അത്തരത്തിൽ പത്രത്തിന് വന്നിരിക്കുന്ന ചിലവാണ്. സോ നമ്മുടെ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ നമ്മുടെ എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൻ്റെ സൈഡിലായിട്ട് ആദ്യത്തെ ഐറ്റം പോസ്റ്റ് ചെയ്യാണ്. ന്യൂസ് പേപ്പറിന് വേണ്ടി സ്പെൻഡ് ചെയ്തിരിക്കുന്ന തുക ഇറ്റ്സ് ഓൺലി 600 rupees. ഇനി നമുക്ക് അടുത്ത ഐറ്റം എന്താണെന്ന് നോക്കാം. നെക്സ്റ്റ് ഐറ്റം ഇൻവെസ്റ്റ്മെൻറ്റ് പർച്ചേസ്ഡ് ആണ്. ഇൻവെസ്റ്റ്മെൻറ്റ്സ് എന്ന് പറയുന്നതിൻ്റെ വാല്യൂ നോക്കുക, വലിയൊരു എമൗണ്ട് ആണ്. അപ്പോൾ അതൊരു ക്യാപിറ്റൽ പേയ്മെൻ്റ് ആണ് ശരിക്കും നടന്നിരിക്കുന്നത്. നമ്മൾ തിയറട്ടിക്കൽ ആസ്പെക്റ്റിൽ ഇവിടെ പറഞ്ഞതുപോലെ ഇറ്റ്സ് ക്യാപിറ്റൽ റിസീപ്റ്റ്സും ക്യാപിറ്റൽ പേയ്മെൻറ്റ്സിൻ്റെ അകത്തെ ക്യാപിറ്റൽ പേയ്മെൻ്റ് ആണ് ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് പർച്ചേസ് ചെയ്യുക എന്ന് പറയുന്നത്. സോ ഈ ഐറ്റം നമുക്ക് ഉൾക്കൊള്ളിക്കേണ്ട കാര്യമില്ല. റവന്യൂ നേച്ചറുള്ളത് മാത്രം എടുത്താൽ മതി. വി ക്യാൻ എക്സ്ക്ലൂഡ്. അടുത്ത ഐറ്റം നിങ്ങൾ നോക്കുക. അടുത്ത 2-3 ഐറ്റത്തിനും ഒരേ സ്വഭാവം തന്നെയാണ്. നിങ്ങൾ നോക്കിക്കോളൂ. സാലറി പെയ്ഡ്, റെൻറ്റ് പെയ്ഡ്, മിസലേനിയസ് അത് റിസീപ്റ്റ് ആണ്. ദെൻ അതോടൊപ്പം തന്നെ ടെലിഫോൺ ചാർജസ്. അപ്പോൾ 3 എക്സ്പെൻസും ഉണ്ട്, ഒരു ഇൻകം ഉണ്ട്. ഇവ 4 റവന്യൂ നേച്ചറുള്ളതാണ്. സോ വി ക്യാൻ ടേക്ക് ഇൻ ടു കൺസിഡർ ദി ഐറ്റംസ്. സാലറി ഒരു എക്സ്പെൻസ് ആണ്. സോ നമുക്ക് നേരെ സാലറി എന്ന് പറയുന്നത് നമ്മുടെ എക്സ്പെൻഡിച്ചർ സൈഡിൽ പോസ്റ്റ് ചെയ്യാം. സാലറിയുടെ എമൗണ്ട് അത്യാവശ്യം നല്ലൊരു എമൗണ്ട് സാലറി കൊടുക്കുന്നുണ്ട് അവർ. 16,000 rupees ആണ് സാലറിക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യുന്നത്. ദെൻ അടുത്ത ഐറ്റം ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നു, നമ്മൾ ഓൾറെഡി കണ്ട റെൻ്റ് ആണ് നെക്സ്റ്റ് ഐറ്റം എന്ന് പറയുന്നത്. സോ റെൻ്റ് എന്ന് പറയുന്നതിൻ്റെ എമൗണ്ട് 5400 ആണ്. സോ റെൻ്റ് എന്ന് എഴുതുന്നു, 5400 എന്ന് എഴുതുന്നു. നെക്സ്റ്റ് ഐറ്റം, റെൻറ്റിന് ശേഷമുള്ള നെക്സ്റ്റ് ഐറ്റം എന്ന് പറയുന്നത്
മിസല്ലേനിയസ് റിസീപ്റ്റ്സ് ആണ്. റിസീപ്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അതൊരു ഇൻകമാണ്. 600 രൂപയുടെ ഇൻകം വരുന്നുണ്ട്. അപ്പോൾ ആ ഇൻകം നമ്മൾ നമ്മുടെ ഇൻകം സൈഡിൽ കാണിക്കുന്നു. ഇറ്റ്സ് ഓൺലി 600 റുപ്പീസ്. സോ 600 അവിടെ എഴുതുന്നു. ദെൻ ഇനിയും ഒരു എക്സ്പെൻസ് വരുന്നുണ്ട്. എക്സ്പെൻസ് എന്ന് പറയുന്നത് ടെലഫോൺ ചാർജസ് ആണ്. സോ വി ക്യാൻ കോപ്പി ടെലഫോൺ ചാർജസ്. അടുത്ത എക്സ്പെൻസ് ആണ്. സോ ടെലഫോൺ ചാർജസ് എന്ന് പറയുന്ന ഐറ്റം നമ്മളിവിടെ എഴുതുന്നു. എന്തൊരു പ്രശ്നം കാണിക്കുന്നു, നമുക്ക് ടൈപ്പ് ചെയ്യാണ്. ടെലഫോൺ ചാർജസ് എന്ന് പറയുന്നത് എഴുതി കഴിയുമ്പോഴത്തേനും അതിൻ്റെ എമൗണ്ട് എന്ന് പറയുന്നത് the actual amount which is spent for telephone expenses is only 1200. So 1200 എഴുതുന്നു. ദെൻ ക്വസ്റ്റ്യനിലോട്ട് തിരിച്ചു വന്നാൽ ബാക്കി നമുക്ക് കാണാൻ സാധിക്കുന്നത് ക്യാഷ് ബാലൻസ് ആണ്. നമുക്ക് ഓൾറെഡി അറിയാം, ഇവ എടുക്കേണ്ട കാര്യമില്ലാത്തതുകൊണ്ട് വി ക്യാൻ എക്സ്ക്ലൂഡ് ദിസ് ഐറ്റംസ്. നിങ്ങൾക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കുറച്ച് ഐറ്റംസുകൾ നമ്മൾ റെഡ് കളറിൽ നിൽക്കുന്നു. ഇതെല്ലാം നമ്മൾ ഒഴിവാക്കിയതാണ്. ക്യാപിറ്റൽ റിസീപ്റ്റും ക്യാപിറ്റൽ പേയ്മെൻറ്റ്സും ക്യാഷും ഒക്കെയാണ് നമ്മൾ ഒഴിവാക്കിയിരിക്കുന്നത്. ബാക്കി റവന്യൂ റിസീപ്റ്റ്സും റവന്യൂ പേയ്മെൻറ്റ്സുകളെല്ലാം നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് ഇവിടെ വരച്ചിരിക്കുകയാണ്. ഇനി നമ്മൾ എങ്ങനെയാണോ റിസീപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് ബാലൻസ് ചെയ്തതുപോലെ തന്നെ ഇതും ബാലൻസ് ചെയ്യുക. നോർമൽ സെൻസിൽ ഇൻകത്തിൻ്റെ സൈഡിലായിരിക്കും വാല്യൂ കൂടാനുള്ള സാധ്യത. നോക്കിയിട്ട് വേണം നമ്മൾ ബാലൻസ് ചെയ്യാൻ. ഒന്ന് നോക്കിക്കൊള്ളുക. ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ സാധിക്കുന്നുണ്ട് 30,000 റുപ്പീസ് സബ്സ്ക്രിപ്ഷൻ ഫീസ് ഉണ്ട്. ദെൻ ഈ പറയുന്ന ഇൻട്രസ്റ്റ് റിസീവ്ഡ്. അപ്പോൾ നമുക്ക് എമൗണ്ട് ഒന്ന് ടോട്ടൽ ചെയ്ത് നോക്കാം. 30,000, 32,500, 30,000 പ്ലസ് 2,500 പ്ലസ് 2,000 പ്ലസ് 900 എന്ന് ഉദ്ദേശിച്ചത് 300 പ്ലസ് 600 ആണ്. സോ എമൗണ്ട് വരുന്നത് 35,400 ആണ് ടോട്ടൽ ഫിഗർ വരുന്നത്. എന്തായാലും നമ്മുടെ എക്സ്പെൻഡിച്ചർ അത്ര വന്നിട്ടില്ല എന്ന് നമുക്കറിയാം. സോ വി ക്യാൻ ബാലൻസ് ഇറ്റ് 35,400. രണ്ട് സൈഡിലും അത് എഴുതുന്നു. ദെൻ ബാലൻസ് ചെയ്യുന്ന രീതിയിൽ തന്നെ നമ്മളത് ബാലൻസ് ചെയ്യണം. നമ്മൾ നേരത്തെ വരച്ചില്ലെന്ന് മാത്രമേ ഉള്ളൂ. നിങ്ങൾ ആ രീതിയിൽ തന്നെ അത് ചെയ്യണം. നമ്മൾ ബാലൻസ് ചെയ്യുന്ന കാര്യമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. 35,400 എന്ന് പറയുന്നതാണ് ഇൻകം സൈഡിൻ്റെ ടോട്ടൽ. ഇനി നമ്മൾ നേരെ ചെയ്യുന്നത് നമ്മുടെ എക്സ്പെൻഡിച്ചർ സൈഡിൻ്റെ ടോട്ടൽ നോക്കണം. 600 പ്ലസ് 16,000 പ്ലസ് 5,400 പ്ലസ് 1,200 23,200 വരുന്നത്. 23,200 നമ്മുടെ ടോട്ടൽ എക്സ്പെൻഡിച്ചർ വരുന്നുണ്ട്. നമ്മുടെ ഇൻകം എന്ന് പറയുന്നത് 35,400 വരുന്നുണ്ട്. 35,400 വന്ന് ബാലൻസ് വരുന്ന ഫിഗർ എന്ന് പറയുന്നത് ഈ സൈഡിലാണ് ബാലൻസ് കാണിക്കുന്നത്. സോ നമ്മുടെ വാല്യൂ വരുന്നത് 12,200 രൂപയാണ്. ഈ 12,200 രൂപയെ നമ്മൾ വിശേഷിപ്പിക്കുന്ന പേര് ടു സർപ്ലസ് എന്നാണ് വിശേഷിപ്പിക്കുന്നത്. ഓക്കെ, ഈ 12,200 രൂപയെ നമ്മൾ വിശേഷിപ്പിക്കുന്ന പേര് സർപ്ലസ് എന്നാണ്. നമുക്കിതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില പ്രോബ്ലംസുകൾ വർക്കൗട്ട് ചെയ്തതിൻ്റെ അതൊക്കെ നോക്കിക്കഴിഞ്ഞാൽ തന്നെ നമുക്കത് കാണാൻ സാധിക്കും. ഇവിടെ കാണിച്ചിരിക്കുന്നു, നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ സാധിക്കുന്ന ഒരു പ്രോബ്ലമാണിത്. നമ്മൾ ബാലൻസ് ചെയ്തതിന് ശേഷം എക്സ്പെൻഡിച്ചർ സൈഡിലാണ് എമൗണ്ട് കുറവെന്നുണ്ടെങ്കിൽ നമുക്ക് ബാലൻസ് വരുന്ന ആ സൈഡിലായിരിക്കും. അതിന് നമ്മൾ വെറും സർപ്ലസ് എഴുതിയാൽ മതി. വേണമെങ്കിൽ എക്സസ് ഓഫ് ഇൻകം ഓവർ എക്സ്പെൻഡിച്ചർ എന്ന് വേണമെങ്കിൽ ഒരു എക്സ്പ്ലനേഷനോടെ കൊടുക്കാം. അതിനെ കൊടുത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. നമുക്ക് അറിയാമല്ലോ അത് പ്രോഫിറ്റ് ആണെന്നുള്ള കാര്യം അല്ലെങ്കിൽ സർപ്ലസ് ആണെന്നുള്ള കാര്യം. സോ ഇവിടെ ചെയ്യുന്ന കാര്യം ഈ രീതിയിൽ ബാലൻസ് ചെയ്യുക. ബാലൻസ് ചെയ്തതിന് ശേഷം നമുക്ക് കിട്ടുന്നത് സർപ്ലസ് ആണ്. ഇവിടെ കിട്ടിയിരിക്കുന്നത് മിച്ചത്തുക നമുക്ക് വന്നിട്ടുണ്ട്. സോ ആ മിച്ചത്തുക നമ്മളിവിടെ കാണിച്ചിരിക്കുന്നു. അതിന് റെഡിന് പകരമായിട്ട് ഗ്രീൻ എന്ന കളർ യൂസ് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. സോ നിങ്ങൾക്കത് മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. വളരെ നിസ്സാരമായ ഒരു പ്രോബ്ലമാണിത്. നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്
ഓരോ ഐറ്റവും നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യണം. നമ്മളിപ്പോൾ ഈ ക്വസ്റ്റ്യൻ്റെ അകത്ത് നിങ്ങൾ കണ്ട പോലെ ക്യാഷ് നമ്മൾ ഒഴിവാക്കണം. ക്യാഷ് രണ്ടും ഒഴിവാക്കി ക്യാപിറ്റൽ റിസീപ്റ്റുകളും ക്യാപിറ്റൽ പേയ്മെൻറ്റുകളും നമ്മൾ ഒഴിവാക്കുന്നു. ബാക്കി റവന്യൂ റിസീപ്റ്റ്സും റവന്യൂ പേയ്മെൻറ്റ്സുകളും മാത്രം ഉൾക്കൊള്ളിച്ചുകൊണ്ട് നമ്മൾ അത്തരത്തിലുള്ളൊരു ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് തയ്യാറാക്കുന്ന വിധമാണ് നമ്മളിപ്പോൾ കണ്ടത്. ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് തയ്യാറാക്കി അതിൻ്റെ അകത്ത് സർപ്ലസ് വന്നത് എങ്ങനെയാണെന്ന് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തത്. എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് വീഡിയോയിൽ കമൻറ്റ് ചെയ്യാം. താങ്ക് യു.